شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. السلام عليكم ورحمة الله وبركاته. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിൻ്റെ മസാബിഹു സുന്ന എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തെയും സംബന്ധിച്ചാണ് ഇന്നത്തെ സംസാരം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സമ്പന്നനായൊരു സ്വഹാബിയുടെ ചരിത്രവും ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് വിശദീകരിക്കുന്നു. മസാബിഹു സുന്നയിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിനെയാണ് നമ്മളിന്ന് കാതോർക്കുന്നത്. അതിനു മുന്നേ പ്രസിദ്ധമായ മസാബിഹു സുന്നയുടെ രചയിതാവായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു പക്ഷേ ഇമാം ബഗവി എന്ന പേര് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും തഫ്സീറുകളൊക്കെ വായിക്കണ സമയത്ത് കേട്ട് പോയിട്ടുണ്ടാകും. തഫ്സീറുകൾ വായിച്ച സമയത്ത് ചിലപ്പോൾ നമ്മൾ വായിച്ചു പോയിട്ടുണ്ടാകും ഖാലൽ ബഗവി എന്ന വേർഡ്. ഇമാം ബഗവി നന്നായി ഒരു മുഫസ്സിറാൻ, നല്ല ഒരു മുഹദ്ദിസാൻ, മാത്രമല്ല നല്ലൊരു കർമ്മശാസ്ത്ര പണ്ഡിതനും കൂടിയാണ്. മുഹദ്ദിസ് എന്ന് പറയുമ്പോൾ ഹദീസുകൾ ധാരാളം മനഃപ്പാടമാക്കി എന്നതിനപ്പുറത്ത് ഹദീസുകളുടെ പരമ്പരകളെ സംബന്ധിച്ച്, അതിലെ റാവിമാരെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുള്ള, അതിലെ പോരായ്മകളെ സംബന്ധിച്ച് അറിവുള്ള മഹാപണ്ഡിതനായിരുന്നു. ഇമാം ബഗവി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അതിലേറെ പ്രസിദ്ധമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മസാബിഹു സുന്ന. കഴിഞ്ഞ ദിവസം മിഷ്കാത്തുൽ മസാബീഹ് എന്ന് പറയുന്ന ഇമാം തിബ്രീസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് ഗ്രന്ഥത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ടല്ലോ. ഈ മിഷ്കാത്തുൽ മസാബീഹ് എന്ന ഗ്രന്ഥം, അതിൻ്റെ ആധാരം ശരിക്ക് ഇമാം ബഗവിയുടെ മസാബിഹു സുന്നയാണ്. അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇമാം ബഗവിയുടെ ഏറ്റവും നല്ല ഒരു കൃതിയാണ് ഈ മസാബിഹു സുന്ന. പക്ഷേ അതിനെ കുറച്ചുകൂടി ആളുകൾക്ക് പരിശോധിക്കാനും ഹദീസുകൾ ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്നറിയാനുമുള്ള പാകത്തിൽ സ്വഹാബിമാരുടെ പേരുകളൊക്കെ ചേർത്ത്, അതിൻ്റെ പരമ്പരയിൽ പ്രധാനപ്പെട്ട പേരുകളൊക്കെ ചേർത്ത്, ഇത് ആരൊക്കെ എവിടെയൊക്കെ റിവായത്ത് ചെയ്തു എന്നുള്ള നിലയ്ക്കൊരു പുതിയ ഒരു രീതി, ഒരു പുനരാവിഷ്കരണമാണ് ഇമാം തിബ്രീസി ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ മുകളിൽ ചെയ്തത്. 1500 ചില്ലാനം ഹദീസുകൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ മസാബിഹ് സുന്നയിൽ അദ്ദേഹം ചേർത്തുകൊണ്ടാണ് മിഷ്കാത്തുൽ മസാബിഹ് എന്ന നമുക്കേറെ പ്രചാരത്തിലുള്ള ആ ഒരു ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ഒരു കടന്നുവരവ്. ഏതായാലും ഇമാം ബഗവിയുടെ മസാബിഹു സുന്ന പൊതുവെ ആരും അങ്ങനെ വല്ലാതെ പറഞ്ഞ് വിശദീകരിക്കാറില്ല എന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളതിനെ തിരഞ്ഞെടുത്തത്. ഇമാം ബഗവി, ആ പേരെന്നെ ഒരു രസമാണ് അല്ലേ. ബഗ എന്ന് പറയുന്ന നാട്ടിലേക്ക് ചേർത്തിട്ടാണ് ശരിക്ക് ബഗവി എന്നെന്ത് അദ്ദേഹത്തെ വിളിച്ചു പോകുന്നത്. ഈ പേർഷ്യയിൽ, അഥവാ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബഗ. ആ ബഗയിലേക്ക് ചേർത്ത്, അഥവാ ഈ ഹറാത്ത്, അതേപോലെ തന്നെ മറു എന്നൊക്കെ പറയുന്ന ചില സ്ഥലങ്ങൾ, ഇമാം മിസ്സി ഒക്കെ അവിടെ നിന്നാണ് കടന്നു വന്നത്. അതിനിടയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബഗൈ. അതിലേക്കാണ് ബഗഷൂർ എന്നും ആ നാടിന് പേര് പറയാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അൽ ഇമാം അൽ ഹാഫിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമുള്ള ഒരു മഹാപണ്ഡിതനാണ് എന്ന്. കാരണം ഹാഫിൾ എന്ന പേര് അങ്ങനെയാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുക. അൽ മുഫസ്സിർ കണ്ട അദ്ദേഹത്തിൻ്റെ പേരിൽ അടുത്തൊരു പ്രത്യേകതയാണ് അൽ മുഫസ്സിർ. അദ്ദേഹം വിശുദ്ധ ഖുർആനിന് നന്നായി വിശദീകരണം എഴുതിയ ആളാണ്. ലോകപ്രസിദ്ധമാണ്. ഇൻഷാ അല്ലാഹ് എന്നെ സംബന്ധിച്ച് പറയാം. അബു മുഹമ്മദ് അൽ ഹുസൈൻ ഇബ്നു മസ്ഊദ് ഇബ്നു അൽ ഫറാ അൽ ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരതാണ്. അബു മുഹമ്മദ് എന്ന് കുനിയ, അൽ ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ പേര് അൽ ഹുസൈൻ എന്നാണ്. ഏതായാലും മുഹിയുദ്ദീൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ചില പണ്ഡിതന്മാർ മുഹിയുദ്ദീനേക്കാളും മുഹിയുസുന്നയായിരുന്നു അദ്ദേഹത്തെ വിളിച്ചത് എന്നും പറയുന്നു. മുഹിയുസുന്ന അഥവാ സുന്നത്തിനെ ജീവിപ്പിക്കുന്നവൻ, പുനരുജ്ജീവൻ നൽകുന്നവൻ എന്നാണ്. പുനർജീവൻ നൽകുന്നവൻ, അതൊക്കെയാണ് മുഹിയുസുന്ന. മൊഹീദ്ദീൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെയാണ് മുഹിയുദ്ദീൻ ഉണ്ടാവുക. അതേപോലെ മുഹിയുസുന്ന ശരിക്കും സുന്നത്തിനെ അദ്ദേഹം ഭയങ്കര ജീവസുറ്റമാക്കി എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃതികളൊക്കെ വായിക്കുമ്പോൾ. ചില പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ റുക്കുനുദ്ദീൻ എന്ന് പേര് വിളിച്ചിരുന്നു. മണിക്കുട്ടികൾക്കൊക്കെ പേരുണ്ടാവും റുക്കുനുദ്ദീൻ. മതത്തിൻ്റെ തൂണാണെന്നാണ്. റുക്കിന് എന്ന് പറഞ്ഞാൽ തൂണ് എന്ന് പറയുന്നത് ഒരു കോർണർ എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയും, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗം എന്നാണ്. ഏതായാലും ബഗയിലേക്ക് ചേർത്തത് കൊണ്ട് അൽ ബഗവി എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 433 5-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരെ നമ്മൾ വല്ലാതെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. 8-ാം നൂറ്റാണ്ട് 9 പറഞ്ഞു, ആദ്യത്തെ നൂറ്റാണ്ടുകളിലൊക്കെ നമ്മൾ പറഞ്ഞു.
എന്നാൽ ഈ അതിൻ്റെ ഒരു മധ്യത്തിൽ വരുന്ന ഒരു കാലയളവാണ് പലപ്പോഴും ഇമാം ബഗവിയുടെ ഒക്കെ കാലം. ഹിജറ 433 അദ്ദേഹം പേർഷ്യയിലെ ബഗ എന്ന നാട്ടിൽ ജനിച്ചു. മാത്രവുമല്ല ഭയങ്കര വിജ്ഞാനസമൃദ്ധമായ ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം വളർന്നതൊക്കെ. നല്ല ലാളിത്യ ജീവിതം, വളരെ ലളിതമായൊരു ജീവിതമായിരുന്നു. നല്ല ഭക്തിസാന്ദ്രമായ ഭക്തി നിർഭരമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നല്ല തഖ്വയോടുകൂടിയൊക്കെ അദ്ദേഹം ജീവിച്ചു പോന്നിരുന്നു എന്ന് കാണാം. അറിവിനായി ഒരുപാട് യാത്രകൾ അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഖുറാസാനിലെ തന്നെ ഹറാത്ത് എന്ന് പറയുന്ന നാട്, മറു, നമ്മൾ നേരത്തെ പറഞ്ഞ മറു എന്ന് പറയുന്ന നാട്, അതുപോലെ തന്നെ പ്രമുഖരായ മഹാപണ്ഡിതന്മാർ നിലകൊണ്ടിരുന്ന പല രാജ്യങ്ങളിലേക്കും ഇദ്ദേഹം യാത്രകൾ പോയിട്ടുണ്ടെന്നാണ്. ഹദീസിൽ മാത്രമല്ല തഫ്സീറിൽ നല്ല അവഗാഹമുണ്ട്, അതേപോലെ തന്നെ ഫിഖ്ഹിൽ നല്ല അവഗാഹമുണ്ട്. ഈ ഒരു മേഖലകളിലൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കർമ്മശാസ്ത്ര കൃതികളൊക്കെ അധികവും ഷാഫി മദ്ഹബുമായി അതിൻ്റെ ഒരു ആശയധാരയിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, കർമ്മപരമായ ഗ്രന്ഥങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തത്, രചിച്ചു പോകുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ഗുരുനാഥന്മാരായി ഉണ്ടായിരുന്നു. അധികവും ഷാഫി മദ്ഹബിലെ തന്നെ മഹാപണ്ഡിതന്മാരായ അൽ ഖാദി ഹുസൈൻ ഇബ്നു മുഹമ്മദ് അൽ അറൂദി റഹിമഹുല്ലയൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധനായ ഗുരുനാഥനാണ്. വേറെയും കുറേ പണ്ഡിതന്മാരുണ്ട്, അവരുടെ പേര് നമ്മൾ വല്ലാതെ ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നില്ല. പണ്ഡിതന്മാർക്കിടയിൽ വലിയ ആദരവും വലിയ സ്ഥാനവും വലിയ മഹത്വവുമുള്ള ആളായിരുന്നു ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ദഹബി ഒരിക്കൽ പറഞ്ഞു, ബഗവിയെ പറ്റി ഇമാം ദഹബി പറഞ്ഞത്, അറിവിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവൻ, അഅ്മഖുഹ ഇൽമൻ, നല്ല അഗാധമായ പാണ്ഡിത്യമുള്ള ആൾ, മാത്രമല്ല അള്ളാഹുവിലേക്ക് നല്ല സൂക്ഷ്മതയുള്ള ആൾ, നല്ല പടച്ചവനെ പേടിയുള്ള ഒരാൾ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മയുള്ള ഒരാൾ, വൽ മുഹദ്ദിസ്, ഒരു ഹദീസ് പണ്ഡിതനുമായിരുന്നു ഇമാം ബഗവി എന്നാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്. പ്രസിദ്ധമായ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറെ പ്രസിദ്ധമാണ് ഷർഹുസുന്ന. ഷർഹുസുന്ന എന്ന് പറഞ്ഞാൽ അത് വായിച്ചാൽ അറിയാം ഒരു ഹദീസിൽ എത്രത്തോളം മികവുള്ളവനാണ്, അഗ്രഗണ്യനാണെന്ന്. പരമ്പരകളെ സംബന്ധിച്ച്, ഇല്ലത്തുകളെ സംബന്ധിച്ച് ശരിക്കൊരു സുന്നത്തിൻ്റെ ശക്തമായൊരു വിശദീകരണമാണ്. ഹദീസ് മേഖലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ഷർഹുസുന്ന, പ്രസിദ്ധമാണ്. പിന്നെ അതേപോലെ മആലിമു തൻസീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പേര്, തഫ്സീർ ബഗവി, മആലിമു തൻസീൽ. ഈ തഫ്സീറിനെ പറ്റി ഒരിക്കലും ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത്രക്കും നല്ല ഒരു തഫ്സീർ വേറല്ല. ബിദ്അത്തുകളിൽ നിന്നും, അത് പുത്തനാചാരങ്ങളിൽ നിന്നും മറ്റു ഒരുപാട് ഇല്ലാത്ത വർത്തമാനങ്ങളിൽ നിന്നെല്ലാം സുരക്ഷിതമായൊരു തഫ്സീറിനെ നിങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇമാം ബഗവിയുടെ മആലിമു തൻസീൽ വായിക്കണം എന്നാണ്. കാരണം അതിൽ ഓരോ ഹദീസ് ആയത്തുകൾ കൊണ്ട് വിശദീകരിക്കുന്നു, ഹദീസുകൾ കൊണ്ട് വിശദീകരിക്കുന്നു, സ്വഹാബത്തിൻ്റെ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ പ്രസിദ്ധരായ സലഫ് സ്വാലിഹുകളുടെ അസറുകൾ ഉപയോഗിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് അങ്ങനത്തെ വരികൾ ഓരോ ആയത്തിനെയും അവരൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള നിലയ്ക്ക് അങ്ങനത്തെ ഇബാറത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തഫ്സീറിനെ രചിച്ചത് എന്നാണ് ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പിന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മസാബിഹു സുന്ന ഏറ്റവും വലിയ ശക്തമായ ഒരു ഹദീസ് ഗ്രന്ഥമാണ്. പെട്ടെന്ന് ആൾക്കാർക്ക് വായിക്കാനും സാധാരണക്കാർക്ക് ഹദീസ് വായിക്കാനും പഠിക്കാനുള്ള സ്റ്റൈലിലാണ് അദ്ദേഹം ചെയ്തത് ഈ ഒരു ഗ്രന്ഥം രചിച്ചത്, മസാബിഹു സുന്ന. അതിനെപ്പറ്റി പറയാം. അതായത് സാധാരണക്കാരായ ഒരാൾക്ക് നബിചര്യയുടെ ഒരു വെളിച്ചം നമ്മളെ വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തിനൊരു മൂർച്ച ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിയപ്പെട്ട പ്രധാനപ്പെട്ട സുപ്രധാനമായ ഹദീസുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിത്യജീവിതത്തിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളിലെ റസൂലുള്ള പറഞ്ഞതും ചെയ്തതൊക്കെ അങ്ങനെയുള്ള ഹദീസുകളെ അദ്ദേഹം എന്ത് ചെയ്തു, ക്രോഡീകരിക്കണം. അങ്ങനെ എളുപ്പത്തിൽ ഒരു ഭാഗത്ത് സംഗ്രഹം പോലെ അതിനെ എന്ത് ചെയ്യണം, ക്രോഡീകരിക്കണം എന്നുള്ള നിലക്ക് തയ്യാറാക്കിയതാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിന് 2 പാർട്ടുകളാണ്. ഒന്ന് അസ്സിഹാഹ് എന്ന് പറയുന്ന പാർട്ട്, 2 അൽ ഹിസാന് എന്ന് പറയുന്ന പാർട്ട്. സിഹാഹ് എന്ന് പറഞ്ഞാൽ സ്വഹീഹുകൾ, അഥവാ അത് സ്വഹീഹ് എന്ന് പറഞ്ഞാൽ കുറേ സ്വഹീഹായ ഗ്രന്ഥങ്ങളല്ല, സ്വഹീൽ ബുഖാരിയിലെയും സ്വഹീൽ മുസ്ലിമിൽ നിന്നും സുപ്രധാനമായി എന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹദീസുകളെ അദ്ദേഹം ക്രോഡീകരിച്ച ഏരിയയാണ് അസ്സിഹാഹ് എന്ന് പറയുന്ന ഏരിയ. സനദുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വായിക്കാൻ ഹദീസ് വായിക്കണം എന്നുള്ള ഒരാൾ, മറ്റേ പറഞ്ഞാൽ സനദുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരമ്പരയും മറ്റ് ഇതിനെ സംബന്ധിച്ചൊക്കെ പഠനങ്ങൾക്ക് വേണ്ടിയാണ് അധികവും സനദുകളൊക്കെ എടുത്തുദ്ധരിക്കുക. ഇത് സനദുകളൊന്നുമില്ല, ഹദീസിൻ്റെ മത്തിനുകളാണ്.
അത് ഒരാൾക്ക് പെട്ടെന്ന് വായിച്ചു, ഒരു വായനക്കാരൻ്റെ എളുപ്പത്തിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥം ആ രീതിയിൽ അദ്ദേഹം ചെയ്തത്. സ്വഹാബിൻ്റെ പേര് മാത്രം ഉണ്ടാവും ചിലപ്പോൾ സനദിൽ, വേറെ ആരെയൊന്നും ഉണ്ടാവില്ല, സ്വഹാബിൻ്റെ പേരുണ്ടാവും. മനപ്പാടാക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് വായിക്കാനും സുഖമാണ്. അപ്പോൾ സിഹാഹ് എന്നുള്ള ഭാഗത്ത് അധികം സ്വഹീൽ ബുഖാരിയിലും സ്വഹീൽ മുസ്ലിമിന് ഹദീസ്. പിന്നെ ഹിസാൻ എന്നുള്ള ഭാഗമുണ്ട്, ഹസനുകളാണ്. ഹസൻ എന്നതുകൊണ്ട് ഉദ്ദേശം സുനനുകളാണ്. ഇവിടെ ഉദ്ദേശം നമ്മൾ പറഞ്ഞില്ലേ 4 സുനനുകളല്ലേ, സുനനു അബി ദാവൂദ്, സുനനു തുർമുദി, സുനനു നസായി, സുനനു ഇബ്നു മാജ. ഇതിൽ കടന്നു വന്ന ഹദീസുകൾ എന്ത് ചെയ്തു? അൽ ഹിസാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അദ്ദേഹം അവിടെ ഉൾപ്പെടുത്തി. എന്ന് കരുതി ആ ഗ്രന്ഥത്തിലുള്ള ഹദീസുകളൊക്കെ ഹസനാണെന്നല്ല, സ്വഹീഹായത് ഇതിലുണ്ട്, ഈ ഹിസാൻ എന്ന മേഖലയിലുണ്ട്, ആ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അദ്ദേഹം സിഹാഹ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വഹീൽ ബുഖാരിയെയും സ്വഹീൽ മുസ്ലിമിലെയുമാണ് എന്നുള്ളൊരു പ്രയോഗത്തെ, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയെ വിശദീകരിച്ചു എന്ന് മാത്രം. 4731 ഹദീസുകളുണ്ട് എന്നാണ് ആധുനികമായ ചില അതിൻ്റെ പതിപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുക. 4731 ഹദീസുകൾ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഓർക്കാൻ പറ്റുന്ന, നമുക്ക് പ്രാവർത്തിക തലങ്ങളിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരിത്. ഇതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ്. ഇതിനെ കുറച്ചും കൂടി ഇതിൻ്റെ പരമ്പരകളും, ഇത് ഏതൊക്കെ ബാബുകൾ, ഓരോ ബാബ് കിതാബ് അധ്യായങ്ങളായി, ഉപാധ്യായങ്ങളായി പെട്ടെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഒരു ഹദീസ് തിരയാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ മിഷ്കാത്തുൽ മസാബിഹിലേക്ക് ഇമാം തിബ്രീസി അതിനെന്ത് ചെയ്തത്, ഒന്ന് പുനരാവിഷ്കരിച്ചെടുത്തത്. ഏതായാലും രണ്ടും അതിൻ്റേതായ രണ്ട് ഗ്രന്ഥങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും അതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അധ്വാനം. മസാബിഹു സുന്ന എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൃതി. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ അറിവിനായി അദ്ദേഹം മാറ്റിവെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രചരിപ്പിക്കാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും ഒരു ലളിതമായ ജീവിതമായിരുന്നു. ഒരു കഷ്ണം ഖുബ്സ് കൊണ്ടൊക്കെ പല രാവുകളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. രാവുകളും അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു റൊട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത്രക്കും വലിയ ലളിത ജീവിതമായിരുന്നു. കാരണം കുറേ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കവും മയക്കവും ബാധിക്കും. അപ്പോൾ വായനകളത് സ്വാധീനിക്കും, വായനകളെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒരു ലളിത ജീവിതത്തെ അദ്ദേഹം സ്വീകരിച്ചു. ഏറ്റവും വലിയൊരു മികച്ച തഫ്സീറും അദ്ദേഹം എഴുതി എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. ഏതായാലും ഇമാം ബഗവിയുടെ പ്രസിദ്ധമായ ഈ കൃതിയിൽ നിന്ന്, മസാബിഹ് സുന്ന എന്ന് പറയുന്ന ഈ കൃതിയിൽ നിന്ന് നമുക്കൊരു ഹദീസിനെ വായിക്കാം. 4731 ഹദീസുകളിൽ നിന്ന് ഒരൊറ്റ ഹദീസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിൻ ഫിൽ ജന്ന, അബൂബക്കറും സ്വർഗത്തിലാൻ, ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാൻ, ഉസ്മാനു ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാൻ, അലിയും ഫിൽ ജന്ന, അലി സ്വർഗത്തിലാൻ, ത്വൽഹ ഫിൽ ജന്ന, ത്വൽഹ സ്വർഗത്തിലാൻ, വസുബൈറു ഫിൽ ജന്ന, സുബൈർ സ്വർഗത്തിലാൻ, അബ്ദുറഹ്മാനു ബിൻ ഔഫ് ഫിൽ ജന്ന, അബ്ദുറഹ്മാനു ബിൻ ഔഫിൻ ഫിൽ ജന്ന, വസഅദുൻ ഫിൽ ജന്ന, വസഈദുൻ ഫിൽ ജന്ന, വഅബു ഉബൈദത്ത് ബിനുൽ ജറാഹ് ഫിൽ ജന്ന. നമ്മൾ കേട്ട് പരിചയിച്ച, ഒരു പക്ഷേ പലതവണ കേട്ടു പോന്ന ഒരു നബിവചനം. ഇതിനെ വല്ലാണ്ട് വിശദീകരിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് മനഃപ്പാടമാക്കി വെക്കേണ്ട ഹദീസാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച, ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ മഹാ സൗഭാഗ്യവാന്മാർ ലോകത്ത് കടന്നു പോയിട്ടുണ്ട് നബിയുടെ അനുചരന്മാരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ സ്വഹാബത്തിലെ 10 ആളുകൾക്ക് സ്വർഗം കൊണ്ട് റസൂലുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. ഓരോ ഘട്ടങ്ങളിലായി പലപ്പോഴും റസൂലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്വർഗത്തിൻ്റെ അവരുടെ സ്വർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഓരോ ഹദീസിൽ വേറെയും കാണാം. പക്ഷെ ഒറ്റ ഹദീസിൽ 10 പേരെയും അള്ളാഹിൻ്റെ റസൂൽ ഉൾപ്പെടുത്തിയ, ഒരാൾക്ക് മനഃപ്പാടമാക്കാൻ പറ്റുന്ന രൂപത്തിൽ നബി പറഞ്ഞ ഹദീസിനെ പരിചയപ്പെടുത്തിയവൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ്. 10 പേരെയും ഒറ്റ ഹദീസിൽ. അതേപോലെ തന്നെ ഈ 10 പേരെയും വേറെയും പല ഘട്ടങ്ങളിൽ, ഇപ്പോൾ നമ്മൾ അലി റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു, റസൂൽ ഒരു തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ വാതിലൂടെ കടന്നു വരുന്നവൻ, ആ ഭാഗത്തു കൂടെ കടന്നു വരുന്നവൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു എന്നാണ്. അങ്ങനെ പിന്നെ റസൂൽ വേറൊരു ഭാഗത്തേക്ക് ചൂണ്ടിട്ട് പറഞ്ഞു, അതിലൂടെ കടന്നു വരുന്നവൻ, ആദ്യം കടന്നു വരുന്നവൻ സ്വർഗ്ഗക്കാരനാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നവനാണ്. അങ്ങനെ പറയുന്ന റസൂലുള്ളാഹിക്ക് പറഞ്ഞല്ലേ, എന്താണ് ഇനി ആ ഭാഗത്തിലൂടെ കടന്നു വരുന്നവൻ സ്വർഗ്ഗക്കാരൻ റസൂലുള്ളാഹി, അത് അലിയാവണേ എന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ കുറേ രംഗങ്ങൾ. അതേപോലെ തന്നെ എന്താണ് സ്വർഗം പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഘട്ടത്തിൽ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത രംഗങ്ങളൊക്കെ വേറെയും കാണാം. പക്ഷെ 10 പേരെയും ഒരുമിച്ച് ചേർത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നാമങ്ങളെ 10 അൽ അശറത്തുൽ മുബശ്ശിറൂൻ, 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുടെ പേര് മനഃപ്പാടമാക്കാൻ ഈ ഒരൊറ്റ ഹദീത്ത് മനഃപ്പാടമാക്കിയാൽ മതി.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നൽകുന്ന ഏറ്റവും വലിയ അവരെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ. ഇതിനെ ഇനി വല്ലാതെ വിശദീകരിക്കേണ്ടതില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടും ഇവരുടെ ജീവിതത്തിൽ തഖ്വയുടെ വിഷയത്തിൽ അവരൊരിക്കലും ഒരു കോംപ്രമൈസ് നടത്തിയിട്ടില്ല. അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ കർമ്മങ്ങളുടെ കാര്യത്തിൽ അതിശക്തരായി തന്നെ മരണം വരെ അവർ നിലകൊണ്ടു എന്നുള്ളതാണ്. നിലപാടുകളിൽ മാറ്റമില്ലാതെ ഏറ്റവും നല്ല നിലക്ക് ഇവരൊക്കെ ആദ്യത്തെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാബിഖൂനൽ അവ്വലും ആദ്യകാലത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളായിരുന്നു ഇവരെല്ലാവരും എന്നുള്ളത് നമുക്കറിയാം. ഇവരെല്ലാവരെയും ഇപ്പോൾ അബൂബക്കർ ആവട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു ആവട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആവട്ടെ, അലി റളിയല്ലാഹു അൻഹു ആവട്ടെ, ഇവരൊക്കെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ഖുലഫാഉർ റാഷിദൂൻ. പിന്നെയുള്ള 6 പേരിൽ ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലയുടെ ചരിത്രം നമ്മൾ വിശദീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉഹദ് യുദ്ധത്തിൽ സംരക്ഷിച്ചു പോന്ന ത്വൽഹയുടെ ചരിത്രം നമ്മൾ വിശദീകരിച്ചതാണ്. സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു, സുബൈറും ഫിൽ ജന്ന എന്നാണ് സുബൈർ ഇബ്നു അവാം. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ സുബൈർ ഇബ്നു അവാമിൻ്റെ രംഗങ്ങൾ നമ്മൾ വിശദീകരിച്ച ഹവാരി റസൂലുള്ളാഹിൻ്റെ ഹവാരി എന്നാണ് സുബൈർ ഇബ്നു അവാമിനോടെ പലപ്പോഴും നബിയുടെ സഹായി എന്ന കീർത്തി വന്നതൊക്കെ നമുക്കറിയാം. സുബൈർ ഇബ്നു അവാം കുടുംബം നോക്കുമ്പോൾ ഖദീജ ബീവിയിലേക്ക് എത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇന്ന് നമ്മൾ വിശദീകരിക്കും. സമ്പന്നനായത്, മദീനയിലെ മഹാസമ്പന്നൻ, അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സമ്പന്നതയെ സംബന്ധിച്ചും എങ്ങനെ സമ്പത്തിൽ സമ്പന്നനായി എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. സഅദ് ബിൻ അബി വക്കാസ്, സഅദും ഫിൽ ജന്ന എന്നുകൊണ്ട് ഉദ്ദേശിച്ച് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ വിശദീകരിച്ചിട്ടില്ല, ആ സ്വഹാബിയുടെ ഹദീസ് നമ്മൾ എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് ഉദ്ധരിക്കണം, നമ്മളത് പറയും. പേർഷ്യൻ വിജയങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു സഅദ് ഇബ്നു അബി വക്കാസ്. ഇസ്ലാമിൻ്റെ നേതൃനിരയിലെ ധീരനായ ഒരു പോരാളിയാണ്. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, പ്രമുഖനായൊരു സഹാബിയാൻ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ തന്നെ കാരണം സഈദാൻ. അതാണ് സഈദും ഫിൽ ജന്ന എന്ന് നമ്മൾ എന്ത് ചെയ്തത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ വിശദീകരിക്കാൻ സമയം കിട്ടുമെന്നറിയില്ല, ഇൻഷാ അല്ലാഹ് നോക്കാം. അബൂ ഉബൈദത്തുൽ ജറാഹ് നമ്മൾ വിശദീകരിച്ചതാണ്. അബൂ ഉബൈദത്തുൽ ജറാഹിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പരിചയപ്പെടുത്തിയ ചരിത്രം നമ്മൾ വിശദീകരിച്ചതാണ്. ഇതാണ് ഈ 10 പേരും സ്വർഗവാർത്തയും വല്ലാത്ത വിനയവും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി നമ്മൾ സ്വീകരിക്കേണ്ട അടയാളങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഇനിയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സ്വഹാബിയെ സംബന്ധിച്ച് നമുക്ക് പറയാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കൊടുത്തിരുന്ന പരിഗണനയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നും. നമ്മുടെ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്നൊരു ചരിത്രം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ ജീവിതത്തിലുണ്ട്. ദരിദ്രനായിട്ടാണ് അദ്ദേഹം മദീനയിലേക്ക് കടന്നു വരുന്നത്. ഒന്നുമില്ല, ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് മദീനയിൽ നബിയുടെ കാലശേഷം നബിയുടെ കുടുംബത്തെ, നബിയുടെ പത്നിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവർ, അവർക്ക് ഹജ്ജിനും അവർക്കുള്ള യാത്രകൾക്കും അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ, എന്തിനേറെ മദീനയിലെ പാവങ്ങൾക്ക് കടം കൊടുത്തും മദീനയിലെ ആളുകൾക്ക് ഒരു വലിയ താങ്ങും തണലുമായി ഒരു വലിയ ധനികനായി അദ്ദേഹം നിലകൊണ്ട സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ശൂന്യതയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടുവന്നത്, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ വളർച്ചകൾ വല്ലാത്ത അത്ഭുതങ്ങളാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഡെഡിക്കേഷനാണ്, സത്യസന്ധതയാൻ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്, പടച്ച റബ്ബിൽ കാര്യങ്ങൾ ബരമേൽപ്പിക്കുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസമാണ്, തവക്കുലാൻ ഒക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മദീനയിലേക്ക് ആദ്യം കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും ഓരോ സഹോദരന്മാരെ നിശ്ചയിച്ചു കൊടുത്തു. സഈദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായി, അൻസാരിയായ ആ സഹാബിയുടെ സഹോദരനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തതാണ്. സ്വത്തിൻ്റെ പകുതി തരാമെന്ന് പറഞ്ഞു. എൻ്റെ സ്വത്തിൻ്റെ പകുതി തരാമെന്ന് പറഞ്ഞു സഈദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സ്വത്തും പൈസ ഒന്നും വേണ്ട, അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചിരുന്നാണ്. കച്ചവടക്കാരനാണ്, എനിക്ക് അങ്ങാടിയിലേക്കുള്ള വഴി, വിപണിയിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പോവുകയാണ്. പിന്നെ അല്ലേ, വെറും കച്ചവടത്തിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ സമ്പത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഒരുമിച്ച് കൂട്ടിയത്. വലിയ സമ്പന്നനായി അദ്ദേഹം മാറിയെന്നാൽ അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട കൈകളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ കൈകൾ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ കൈകളെ സംബന്ധിച്ച് ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് മാറ്റിയാൽ ചിലപ്പോൾ അതിൻ്റെ അരികിൽ സ്വർണ്ണമോ, അതിൻ്റെ ചുവട്ടിൽ നിന്ന് സ്വർണ്ണമോ വെള്ളിയോ എനിക്ക് കിട്ടുമെന്ന് തോന്നിപ്പോകാറുണ്ടായിരുന്നുവെന്നാണ്. കാരണം ഞാൻ എന്ത് ചെയ്താലും അതിൽ അല്ലാഹു എനിക്ക് ബർക്കത്ത് നൽകിയതായി, അനുഗ്രഹം ചൊരിഞ്ഞതായി എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ
അള്ളാഹുവിലുള്ള തവക്കുലും സത്യസന്ധതയും, ആരും പറ്റിക്കാതെ ആരും ദ്രോഹിക്കാതെ സത്യസന്ധമായി കച്ചവടം അദ്ദേഹത്തിൻ്റെ കച്ചവട രീതികളെ സംബന്ധിച്ചൊക്കെ ചരിത്രകാരന്മാർ ഇങ്ങനെ പറഞ്ഞു പോകണം. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കച്ചവടക്കാരനായത് എങ്ങനെയെന്നാണ്. നമുക്കറിയാം, ഒരു പിശുക്കില്ലാത്ത ഒരാളായിരുന്നു. ആൾക്കാർക്ക് ആളുകളുടേത് കുറയട്ടെ, എൻ്റേത് കൂടട്ടെ എന്നൊരു ചിന്താഗതി അയാൾക്കില്ല. നേരെ മറിച്ച് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് ആ അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വർധനവ് ഉണ്ടാവട്ടെ എന്നുള്ള തരത്തിലുള്ളൊരു മാനസികാവസ്ഥ തലത്തിലാണ് അദ്ദേഹം കടന്നു വന്നതെന്നാണ്. സ്വർഗം കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി അവരുടെ ലൈഫിലുണ്ടാവും. ആ സ്പെഷ്യാലിറ്റിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, കച്ചവടത്തിൽ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ അധ്വാനം, കഠിനാധ്വാനം. മാത്രമല്ല, ഈ കിട്ടിയ സമ്പത്തിനെ ഒരിക്കലും തലേ കയറ്റിയില്ല, അതിനെ ഹൃദയത്തിൽ വെച്ചില്ല. ഒരു കഥ പറഞ്ഞു, എനിക്ക് സമ്പത്ത് ഇങ്ങനെ വരുന്നത് അത് മുഴുവൻ എൻ്റെ കൈകളിലാണ്. എൻ്റെ സമ്പത്ത് ഒരിക്കലും എൻ്റെ തലയിലോ എൻ്റെ ഹൃദയത്തിലോ അല്ല. കാരണം സമ്പത്തിനെ തലയിലും ഹൃദയത്തിലും, കാരണം തലയിലേറ്റെന്ന് പറഞ്ഞാൽ ചുമടെടുക്കണതിനെ സംബന്ധിച്ചല്ല. അതിനെപ്പറ്റി നിങ്ങൾ ആലോചനയും ചിന്തയും ഇതിനെ ഇനി അങ്ങനെ പെരുപ്പിക്കുക ആ രീതിയല്ല. കൈകളിൽ വരുന്നതിന് അദ്ദേഹം കച്ചവടം ചെയ്യും. പക്ഷേ അതിന് ഹൃദയത്തിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പിശുക്കും, പലപ്പോഴും പല ചിന്തകളും കടന്നു വരും. ആ ലുബ്ധതയിൽ നിന്ന് അദ്ദേഹം പടച്ച റബ്ബിനോട് കാവലിനെ തേടാറുണ്ടായിരുന്നു. ഭയങ്കര ലളിത ജീവിതമായിരുന്നു, ലാളിത്യം. ലോകം മുഴുവൻ ആദരിക്കപ്പെട്ട ഒരു സമ്പന്നനായിരുന്നിട്ടും അദ്ദേഹം ഭക്ഷണം കഴിക്കണ സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്കിടയിൽ പോയിരിക്കും, ആരും അറിയാത്ത രൂപത്തിൽ. ഇന്നിപ്പോൾ ആൾക്കാരിങ്ങനെ പോയിരിക്കും, ഫോട്ടോ എടുക്കാൻ ഇതിലൊക്കെ കാണാം കുറേ മുതലാളിമാരിരിക്കണേ. പക്ഷെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇരുന്നത് തൊഴിലാളികൾക്കും അറിയില്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അറിയില്ല. ആ രൂപത്തിൽ ലളിതമായൊരു വേഷം സ്വീകരിച്ച് ലളിതമായൊരു ഭക്ഷണവും എടുത്ത് അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്കിടയിൽ അദ്ദേഹം കടന്നിരുന്നതായി പല ചരിത്രകാരന്മാരും അദ്ദേഹത്തിൽ നിന്ന് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ബർക്കത്ത്, മണ്ണിൽ തൊട്ടാൽ അവിടെ സ്വർണ്ണമാണ് എന്നാണ് പലപ്പോഴും. അദ്ദേഹം എവിടെ തൊട്ടോ അവിടെ സ്വർണം കുഴിച്ചെടുക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. സത്യസന്ധതൻ കുറേ കച്ചവടം ചെയ്യുമ്പോൾ വലിയ അമിതമായ ലാഭം എടുക്കണം എന്നുള്ള നിലക്ക് അല്ലേ, ലാഭം എടുക്കാം, പക്ഷെ അത് അമിതമായ ലാഭം അത് മറ്റുള്ളവനെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. പലപ്പോഴും അങ്ങനത്തെ ഒരു വലിയ ലാഭം കിട്ടാൻ, അതേപോലെ വലിയ ലാഭം കിട്ടാൻ വേണ്ടി പൂഴ്ത്തി വെക്കുക, എന്നിട്ട് പിന്നെ മാർക്കറ്റിൽ വേറൊരു സമയത്ത് അതിനെ പുറത്തിറക്കുക. ആ രീതിയൊന്നും അദ്ദേഹം ചെയ്തു പോന്നിരുന്നില്ല കച്ചവടത്തിൻ്റെ വിഷയത്തിൽ. മാത്രവുമല്ല, കുറഞ്ഞ ലാഭത്തിലായിരിക്കും അധികം വിൽക്കുക, പക്ഷെ കച്ചവടം കുറേ ചെയ്യും, ധാരാളം കച്ചവടം ചെയ്യും, കുറഞ്ഞ ലാഭം എടുത്താൽ. അപ്പം തന്നെ എന്താകും, ആ ഒരു അദ്ദേഹത്തിന് കിട്ടാനുള്ളത് കിട്ടും. നേരെ മറിച്ച് വലിയ ലാഭം എടുത്ത് കുറച്ച് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതിന് തുല്യം കൂടിയാണ്. സത്യസന്ധത വേണം. കാരണം ഈ കൊടുക്കണതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇത് നല്ലതാണോ ചീത്തതാണോ, അതിൻ്റെ പോരായ്മ എന്താണ്, അതൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം കച്ചവടം ചെയ്തിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് കച്ചവടക്കാരെ രീതികൾ, ന്യായവും ഒന്നും നോക്കാതെ, ഹക്കും ബാത്തിലും നോക്കാതെ ആളുകൾ കൊണ്ടുപോകാൻ തൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കഴിഞ്ഞല്ലോ എന്നുള്ള നിലയ്ക്ക് കച്ചവടം ചെയ്യുന്ന രീതിയിൽ അത്തുജാർ ഫുജാർ റസൂലുള്ളാഹി പറഞ്ഞു, കച്ചവടക്കാർ ചെമ്മാടികളാണ് എന്ന് പറഞ്ഞ ചില വരികളുണ്ട്. നമ്മൾ കൂടുതൽ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. നമ്മൾ കച്ചവടം ചെയ്യുന്നതിൻ്റെ എല്ലാ കാര്യവും എന്താണ് സത്യസന്ധമായി പറഞ്ഞുകൊണ്ട് അതിനെന്ത് ചെയ്യണം, നിർവഹിക്കണം. സത്യസന്ധത ഉണ്ടെങ്കിൽ അതിലൊരു ബർക്കത്തുണ്ടാവും, അതിലൊരു നന്മകളുണ്ടാവും, അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തി കൃത്യമായി പറഞ്ഞിട്ടായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്തിരുന്നത്. റൊക്കം പണം അധികം മൂപ്പരുടെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ നേരിട്ട് പണം ഇടപാട് റൊക്കമായിട്ട് സ്വീകരിക്കും. കടം എന്ന സംഗതിയെ മൂപ്പർ പലപ്പോഴും കുറച്ചു കൊണ്ടുവന്നു. അല്ലാതെ കടത്തിന് കൊടുക്കുന്നതിനേക്കാളും അങ്ങനെ ആളുകൾ വാങ്ങുന്നതിനേക്കാളും അദ്ദേഹം കൂടുതൽ പണം കൊടുത്ത് വാങ്ങുന്ന രീതികളെ കൃത്യമായ ഇടപാടുകൾക്ക് അദ്ദേഹം മുൻഗണന നൽകിയിരുന്നുവെന്നാണ് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല, സമ്പത്തിനോടുള്ള ഒരു മനോഭാവം, ഞാൻ പറഞ്ഞില്ലേ, കയ്യിലുള്ളത് ഇതൊരിക്കലും എന്താണ് നെഞ്ചിൽ കയറ്റലില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നറിയാം, അദ്ദേഹത്തിന് മടി ഉണ്ടായിരുന്നില്ല, കുറേ കൊടുത്തിരുന്നു. എത്ര ആളുകൾക്കാണെന്നറിയോ സമ്പത്ത്, കയ്യിൽ വന്ന സമ്പത്ത് അദ്ദേഹം കൊടുത്തിരുന്നത്. ഞാനില്ല, അതായത് ഇവിടെ ഉള്ളിൽ കയറി ചിലപ്പോൾ കൊടുക്കാൻ തോന്നൂല. യു കശുഹ നഫ്സിഹി, നഫ്സ് എന്നാണ്, നഫ്സിൽ അല്ലേ, മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെടുന്നുവോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്നാണ്. ഇദ്ദേഹം നന്നായി കൊടുത്തിരുന്നു എന്നാണ്. നന്നായി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, മദീനയിലൊരു ഭയങ്കര സൗണ്ട് കേൾക്കാൻ, ഭയങ്കര പ്രകമ്പനം, ശക്തമായ ശബ്ദം, ഭയങ്കര കോലാഹലങ്ങൾ, ആളുകളൊക്കെ പുറത്തിറങ്ങി. ആയിഷ ബീവിയും പുറത്തിറങ്ങി. നോക്കുമ്പോൾ 700 ഒട്ടകപ്പുറങ്ങളിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ ചരക്കുകൾ മദീനയിലേക്ക് വന്നതാണ്. അതിൻ്റെ ഒരു വരവിൻ്റെ സൗണ്ടാണ് കേട്ടത്. ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിലേക്ക് നിരങ്ങിയിട്ടായിരിക്കും കയറാറ്. അത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കേട്ടു എന്നാണ്. കാരണം എത്രക്കും സമ്പത്തുണ്ടാകും. നിരങ്ങാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും പഠിച്ചവൻ്റെ അടുത്തേ.
ഓരോ ചില്ലിക്കാശിനും പടച്ച റബ്ബിൻ്റെ അരികിൽ ഉത്തരം പറയേണ്ടി വരുമല്ലോ. ആ രീതിയിലാണ് റസൂൽ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹദി പറഞ്ഞപ്പോൾ ആയിഷ ബീവിയുടെ അരികിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ 700 അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ധർമ്മം ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ധർമ്മം ചെയ്യുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഇറങ്ങിപ്പോയാൽ പോരാവും, നടന്നു കയറണം സ്വർഗത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാണിച്ച ആ ഒരു ധർമ്മം, അത് അപ്പോൾ മാത്രമല്ല, നമ്മളേറ്റവും കൂടുതൽ കേട്ട് പരിചയിച്ചതും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ ഈ ഒരു രീതിയാണ്. അതായത് ഈ 700 ഒട്ടകങ്ങളും ഒട്ടകപ്പുറങ്ങളിലുള്ള വസ്തുക്കളുമൊക്കെ അതിലെന്തൊക്കെ, അതിൽ വസ്ത്രങ്ങളുണ്ട്, അതിൽ ഭക്ഷണങ്ങളുണ്ട്, പലതുണ്ട്, ഒക്കെ കച്ചവട മുതലാണ്, ലാഭമാണ്. പക്ഷേ അത് മുഴുവൻ അദ്ദേഹം കൊടുത്തു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. വിചാരണ നാളിൽ ഒരിക്കലും എനിക്ക് നിറങ്ങിയാൽ പോരാ, എനിക്ക് നടന്നു കയറണമെന്നാണ്. പാവങ്ങൾക്ക്, മദീനയിലെ പാവങ്ങൾക്ക് അത് മുഴുവൻ അദ്ദേഹം ദാനം ചെയ്തു. മദീനത്തെ പാവങ്ങൾക്ക്, മദീനയിൽ എത്ര പാവങ്ങളുണ്ടെന്നറിയാം. മാത്രമല്ല ഇദ്ദേഹം ആ ഒരു ധർമ്മം മാത്രമല്ല, വേറെ ഒരുപാട് സൈന്യങ്ങൾക്ക് ചെലവഴിച്ച കണക്ക് കയ്യും കണക്കുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ പലപ്പോഴും ഒട്ടകങ്ങളും കുതിരകളും മറ്റ് സമ്പത്തും കൊടുക്കും. പ്രത്യേകിച്ച് തബൂക്ക് യുദ്ധത്തിൻ്റെ സാഹചര്യം, തബൂക്ക് യുദ്ധം ഭയങ്കര പ്രയാസം നിറഞ്ഞൊരു ഘട്ടമാണ്. റസൂൽ പലപ്പോഴും യുദ്ധത്തിന് പോകുമ്പോൾ ഏതാ നാടെന്ന് പറഞ്ഞെടുക്കും, പക്ഷെ തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ മാറി നിന്നതൊക്കെ സൂറത്ത് തൗബയുടെ വിശദീകരണത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. കഅബ് ഇബ്നു മാലിക്കിൻ്റെ ഒക്കെ ചരിത്രം ഭയങ്കരമാണ് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. ആ ഘട്ടത്തിൽ കുറേ സ്വഹാബികൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് ഒട്ടകങ്ങളില്ല, കുതിരകളില്ല, ഞങ്ങൾക്ക് ഒട്ടകം വാങ്ങി തരുമോ, യുദ്ധത്തിന് ഞങ്ങളുണ്ട് എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആളുകൾ നൽകിയത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു, ഇനി കൊടുക്കാനില്ല. നബിൻ്റെ അടുത്ത് ഒരു കാശ് പോലും ഇല്ല, ഒട്ടകം വാങ്ങാനുള്ള ഇതുമില്ല അവർക്ക് വാങ്ങിക്കൊടുക്കാൻ. നബി അവരോട് പറഞ്ഞു, എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇപ്പം ഇല്ല. അവർ കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി എന്നാണ് ചരിത്രത്തിൽ ബക്കാഊൻ എന്ന് പേരുള്ള സ്വഹാബികളായി അവരറിയപ്പെട്ടു എന്നുള്ളത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുന്നേ ചോദിച്ചപ്പോൾ കുറേ ആളുകൾക്ക് കൊടുത്തു. ആ കൊടുക്കാൻ ഇത് എവിടുന്നാണ് കിട്ടിയത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലുള്ള സ്വഹാബികൾ കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തബൂക്ക് യുദ്ധത്തിൽ ഒരുപാട് സമ്പത്ത് കൊടുത്തു, ഒട്ടകങ്ങളെ കൊടുത്തു, കുതിരകളെ കൊടുത്തു. 100-ലേറെ ഒട്ടകങ്ങളും കുതിരകളും അദ്ദേഹം കൊടുത്തിരുന്നുവെന്നാണ്. അന്ന് എത്ര മുതലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അരികിലുള്ളത്. ഇതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അത് മുഴുവൻ ഇപ്പോൾ അടിമകളെ മോചിപ്പിക്കാൻ അദ്ദേഹം സമ്പത്ത് എറിയാറാണ്. എത്ര അടിമ? 1, 2, 3 അടിമകൾ, 30,000-ലേറെ അടിമകളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മോചിപ്പിച്ചിരുന്നുവെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. 30,000 അടിമകൾ. ഒരു അടിമനെ മോചിപ്പിക്കണമെങ്കിൽ എത്ര കൊടുക്കണം? സുബ്ഹാനല്ലാഹ്. കൊടുക്കുമ്പോൾ അതൊക്കെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. 30,000-ലേറെ അടിമകളെ മോചിപ്പിക്കാൻ മാത്രം അദ്ദേഹം സമ്പത്ത് ചെലവറിഞ്ഞു. ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ 3 രീതിയിൽ അദ്ദേഹം തരംതിരിക്കാറുണ്ടെന്ന് പറഞ്ഞു. മദീനയിലെ പാവങ്ങൾക്ക് കടം കൊടുക്കാനായി കുറച്ച് പൈസ അല്ല, ധാരാളം പണം അദ്ദേഹം മാറ്റിവെക്കും. അതുപോലെ തന്നെ മറ്റ് ആവശ്യക്കാരായ കുറേ ആൾക്കാർ, ഒരുപാട് പ്രത്യേകിച്ച് കടങ്ങൾ വീട്ടാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രൊജക്റ്റ് എന്ന് പറഞ്ഞതുപോലെ കുറച്ച് സമ്പത്ത് അതിനുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം യൂസ് ചെയ്യും. ബാക്കിയൊക്കെ ദാനമായിട്ട് നൽകുകയാണ് അദ്ദേഹം ചെയ്തതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ മരിച്ചതിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ, ഉമ്മഹാത്തുകളെ ഏറ്റെടുത്തത് ശരിക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാൻ. അവർക്കുള്ള ചെലവുകൾ, അവർക്ക് ഹജ്ജിന് പോകാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് യാത്രകൾക്ക് വേണ്ടത്, അവർക്ക് ആവശ്യമായ സാമ്പത്തികമായ സഹായങ്ങൾ അധികവും നിർവഹിച്ചത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്നാണ് പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ബദ്റിലെ ശുഹദാക്കൾക്ക് പ്രത്യേകം ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമ്മളതിനെങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടിയാണ്. അത് ചെറുതായാലും വലുതായാലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രചോദനം ഉണ്ടാവാൻ വേണ്ടിയാണ്. ബദ്റിലെ ശുഹദാക്കൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം പണം ചിലവാക്കാറുണ്ട്. ബദ്റിലെ ശുഹദാക്കളുടെ കുടുംബത്തിന് നേർച്ചർത്താനല്ല, ആ കുടുംബത്തിനും വേണ്ടി അദ്ദേഹം കുറേ പണം അവരുടെ മക്കൾ, അവരുടെ കുടുംബം, അവർക്ക് വേണ്ടി അദ്ദേഹം പണം ചിലവാക്കും. മാത്രമല്ല, അതിൽ പങ്കെടുത്ത ആൾക്കാർ, ബദറിലെ ശുഹദാക്കൾക്ക് മാത്രം, ബദറിൽ പങ്കെടുത്തവർക്ക് വരെ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? 400 ദീനാർ വീതം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാണ്. 400 ദീനാർ അന്നത്തെ, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലും അത് കൈപ്പറ്റിയിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ വലിപ്പവും അദ്ദേഹത്തിൻ്റെ അതിവിശാലതയും അദ്ദേഹത്തിൻ്റെ വലിപ്പവും നമുക്ക് എന്ത് ചെയ്യണം മനസ്സിലാകുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പിന്നെ എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പറയും,
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫിൽ ജന്ന. എങ്ങനെ പറയാതിരിക്കും? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫിൽ ജന്ന. അള്ളാഹു ആ സ്വർഗീയരോടൊപ്പം നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വർഗ്ഗക്കാരോടൊപ്പം അല്ലേ, നമ്മുടെ സത്യസന്ധതയും നമ്മുടെ ജീവിതത്തിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ പരമാവധി അള്ളാഹു പറഞ്ഞു വസ്സാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. നന്മയോടെ അവരെ പിൻപറ്റുന്നവരുമാരോ റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹു തൃപ്തിയടയുന്നവനാണ് നമ്മളെപ്പറ്റി. അള്ളാഹുവിനെ തൊട്ടി നമ്മളും തൃപ്തിയുള്ളവരാണെങ്കിൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഒരുക്കിയതെന്താണ്? അഅദ്ദലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അള്ളാഹു തയ്യാറാക്കി. അവിടെ നിത്യവാസികളാണ്. ദാലിക്കൽ ഫൗസുൽ അലീം. അതാണ് മഹത്തായ വിജയം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ വിജയത്തിലേക്ക് കുതിക്കുക, ആ വിജയങ്ങളെ കൊതിക്കുക, അതിനുവേണ്ടി ധാരാളം കിതക്കുക, അധ്വാനിച്ച് കിതക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനനുഗ്രഹിക്കട്ടെ. സത്യസന്ധത വേണം കച്ചവടത്തിൽ. അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ വിപണന മേഖലയിലൊരു പുതിയ പഴയ ഈ നമ്മൾ പറയില്ലേ ഈ പണ്ടത്തെ ഇവരുടെയൊക്കെ ഒരു കുത്തകകളൊക്കെ മാറ്റി ഒരു പുതിയ ശൈലി വരെ അദ്ദേഹം കച്ചവടത്തിൽ സ്വീകരിച്ചിരുന്നു അന്നൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുതിരനെ വെക്കുമ്പോൾ ലാഭം കിട്ടണമെന്നില്ല, ലാഭമില്ലാതെ വെക്കും. പക്ഷേ കുതിരൻ്റെ കുളമ്പ് വെക്കുമ്പോൾ ലാഭം കണ്ടെത്താൻ ശ്രമിക്കും. ഇങ്ങനത്തെ ഒക്കെ കുറേ തന്ത്രങ്ങൾ, ബിസിനസ് തന്ത്രങ്ങളൊക്കെ അദ്ദേഹം പയറ്റിയിരുന്നു. അതൊരിക്കലും മറ്റുള്ളവനെ അടിച്ചിരുത്താനോ മറ്റുള്ളവനെ താഴ്ത്തിക്കെട്ടാനോ മറ്റുള്ളവനെ തകർക്കാനോ അല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെതായ ശൈലികളിൽ അദ്ദേഹം ഒരു വലിയ സാമ്രാജ്യത്തെ പടുത്തുയർത്തി. അതിലും വലിയൊരു സാമ്രാജ്യം സ്വർഗത്തിൽ അയാൾ നേടിയെടുത്തു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന അത്ഭുത നിറയുന്നൊരു മഹാപുരുഷൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ആ സ്വർഗീയരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.